അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ഞാനൊരു ആപ്ലിക്കേഷൻ തന്നായിരുന്നു, ഓർമ്മയുണ്ടാവോ? അതിന് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ടാറ്റ. അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് ഓടിയിരുന്നു. അവരുടെ കാറ് പോയത് മന്നം ആരെയും നോക്കാതെ മുറിയിലേക്ക് നടന്നു. ഡാ, റോസ്ലിൻ്റെ കാര്യം എങ്ങനെയാ? നല്ല കൊച്ചാവള്. ആ കുടുംബത്തിൽ ഒറ്റ സ്വഭാവം അതിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളെ കെട്ടണോ? കെട്ടിയ നിന്റെ കൈ തല്ലിയെടുക്കുന്ന ആൾ ഞാനായിരിക്കും. നീ ഇതേ ഇവളെ മാത്രമേ കേട്ടു. വൈകിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയാണ് അവളത് പറഞ്ഞത്. പിന്നെ നീ എന്നടി പറഞ്ഞു വന്നത്? അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാൻ. എൻ്റെ തലയിൽ പതൊന്നുമല്ല. ഡാ ജോയി, വണ്ടി എടുക്കണം, നമുക്ക് എസ്റ്റേറ്റ് ഒന്ന് പോവാം. ആ, പോകുന്നൊക്കെ കൊള്ളാം. തിരിച്ചു വരുന്ന ഇതേ കോലത്തിലല്ലേല് രണ്ടിനെ ഞാൻ കുരിശേ കേട്ടു, നോക്കിക്കോ. അവര് പോയതും വൈകി മോളിക്കുട്ടിയുടെ പിന്നാലെ കൂടി. നീ എന്നെ ചുറ്റി നടക്കാതെ കാര്യം പറ പെണ്ണേ. ഇപ്പൊ വന്നിട്ട് പോയത് ആരാ? അതാണ് കുരിശിങ്കിൽ ഫാമിലി. ഡെബിയുടെ അപ്പാപ്പൻ്റെ അനിയന ഇപ്പൊ വന്നിട്ട് പോയ മൂപ്പിലൻ. അയാളുടെ മോനാ ഇവിടെ ഇരുന്ന് കശന്റെ തലേന്ന് കുര്യൻ. അയാളുടെ ഭാര്യ ആ കറുത്ത സാരി എടുത്തത് ജോളി, കണ്ണാടി വെച്ചിരുന്നത് ക്ലീറ്റസ്, അയാളുടെ പെണ്ണുപിള്ള ക്ലാര. അവരാ പച്ചപ്പാട്ട് സാരി എടുത്തിരിക്കുന്നത്. കുര്യൻ്റെ മോന അലക്സ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തി കെട്ടവൻ, പെണ്ണ് പിടിയൻ. ആ അവൻ്റെ മനസ്സമ്മതം വിളിക്കാനാ അവർ വന്നത്. ഏത് കൊച്ചാണ് അവ കുഴി ചാടാൻ പോകുന്നത്? ക്ലീറ്റസിന് മക്കളില്ല. അപ്പൊ ഈ റോസ്ലിന്? ആ, മൂപ്പിലാൻ ഒരു മോള് കൂടി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റോസ്ലിനെ ദത്തെടുത്തു. അവൾക്ക് 6 വയസ്സുള്ളപ്പോൾ അവളുടെ അപ്പനമ്മ ഒരു ആക്സിഡൻറ്റിൽ പോയി. അന്നൊരു കുര്യനെ അവളെ നോക്കുന്നത്. അത് സ്നേഹം കൊണ്ടൊന്നും അല്ല. റോസ്ലിൻ്റെ അപ്പൻ നല്ല കാശുള്ള കുടുംബത്തിലെയാ. അങ്ങനെ സ്വത്ത് മുഴുവൻ അവളുടെ പേരിലാക്കിയേക്കുന്നത്. അതിനു വേണ്ടിയാ അവളെ കൂടെ നിർത്തിയേക്കുന്നത്. റോസ്ലിന് ഇച്ചായനെ ഇഷ്ടമാണല്ലേ? സൺഡേ സ്കൂളിൽ വെച്ചാ ആദ്യമായിട്ട് അവൾ അവനോട് ഇഷ്ടം പറഞ്ഞത്. അന്ന് തൊട്ട് അവൻ അവളെ കാണുന്നതേ കലിയ. അതൊന്നും അവൾക്ക് വിഷയമല്ല. എത്രയൊക്കെ അവനെ വായിന്ന് കേട്ടാലും ഒരു ഒളിപ്പുമില്ലാതെ പിന്നെയും വരും. അവളുടെ ഇഷ്ടം സത്യ. പക്ഷേ വീട്ടുകാരുടെ ലക്ഷ്യം അവൾ വഴി ഇവിടുത്തെ സ്വത്ത് എങ്ങനെയെങ്കിലും സ്വന്താക്കണമെന്നാ. വൈക നേരത്തെ ഒരു ചിരിച്ചു. നിന്റെ മുഖന്ത പാടിയെ അവളുടെ ഇഷ്ടം സത്യാണെന്ന് പറഞ്ഞതിനാണോ? അതിലും പവർഫുൾ അല്ലേ നിങ്ങളുടേത്? എന്നതായാലും സേറയുടെ കൂട്ടൊന്നുമല്ല. നല്ല കൊച്ചാവള്. പറഞ്ഞ് മനസ്സിലാക്കി തീരാവുന്നതേ ഉള്ളൂ. അതോർത്ത് നീ ടെൻഷനാവൊന്നും വേണ്ട. അതല്ല മോളിക്കുട്ടി, ഇങ്ങനെ ഒരു ഫാമിലിയിലെ കുട്ടി നിൽക്കുന്നത് സേഫാണോ? അയാളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം വല്ലാത്ത മനുഷ്യനാണെന്ന്. 25 വയസ്സാകുന്നവർ ആ കൊച്ച് സേഫാ. അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ അപ്പൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവരെന്നാ ചെയ്യുമെന്ന് പറയാൻ പറ്റുകയില്ല. കൊല്ലാൻ പോലും മടിക്കാത്ത കൂട്ടരാ. പിള്ളേരെടുക്കൊന്ന് നോക്കിയേക്കണേ. എനിക്ക് കോളേജിൽ ഒരു വർക്ക് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ രണ്ടാളും നല്ല ഉറക്കാ. അതിനെന്നാ, നീ പോയി ചെയ്തോ. ഞാൻ പോയി തൈരോ മോരോ പോലെ തിരുപ്പുണ്ടോ നോക്കട്ടെ. അതെന്തിനാ? പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണോ? അതിനൊന്നുമല്ല. 2 എസ്റ്റേറ്റിലേക്കൊന്നും പറഞ്ഞ് പോയിട്ടില്ലേ. വരുന്നത് ഏത് കോലത്തിലാണെന്ന് കണ്ടറിയാം. കള്ളു കുടിക്കാൻ പോയേക്കുവാടി. ഡേവി പിന്നെയും കുഴപ്പമില്ല. എൻ്റേതാണെങ്കിൽ അതിൻ്റെ മണം അടുത്തുകൂടെ പോയാൽ പിന്നെ ആകാശത്ത് പറന്ന് നടക്കുന്ന പോലെയാ. പിന്നെ ആകെയുള്ളൊരു ഉപകാരം, കള്ളു കുടിച്ചാൽ പിന്നെ അമ്മച്ചിയുടെ മുന്നിൽ വല്ല രണ്ടും. അതെന്താ? മടലെടുക്കുന്നുണ്ട്. ഒരിക്കലും അമ്മച്ചി കാണുന്ന വീട്ടിൽ കയറാൻ നോക്കി 2 കൂടി പോയി കുളത്തിൽ വീണു. അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് വന്ന പാടെ എനിക്ക് അറിയൂ. താനീ കള്ളുകുടിയന്മാരെ 2ഉം. ഇന്ന് അങ്ങനെ പലതും വന്ന അമ്മച്ചി ആവില്ല. ഈ ചാനലിലെ മടല് ഞാനാവും വെട്ടുന്നത്. എടാ, ഈ ഭൂമി എന്നാണ് ഇങ്ങനെ കറങ്ങുന്നേ? ഇനി ലോകാവസാനം വല്ലതും ആണോ? ഭൂമിയല്ലടാ, നീയാ മരത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്നത്. ഇങ്ങോട്ടും പാടാ. വീട്ടിലേക്കുള്ള വഴി അതൊന്നും മനസ്സിലാവുന്നില്ല. ഷേ, ഇതാണ് ഇത്ര വലിയ പാട്. എൻ്റെ പെണ്ണുമ്പിളെ വിളിച്ചാ പോരെ? എടീ മോളിക്കുട്ടി, ഡേ പതിയെ പറയടാ. നമ്മളിതുവരെ വീടെത്തിയില്ല, ഇപ്പോഴും വഴിയില്ല. അപ്പൊ ഇതല്ലേ വീട്? മോളിക്കുട്ടി പറഞ്ഞതുപോലെ 2 പേരും എസ്റ്റേറ്റിൽ മദ്യസേവ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. പതിവിന് വിപരീതമായി ഡെവിയും ഇന്ന് ജോയിയെ പോലെ ഫുള്ള് ഫോമിലാണ്. നമ്മുടെ വീട്ടിൽ നിന്നാ നിന്റെ വീട് കാണില്ലേ? ഇതാ നമ്മുടെ വീടെങ്കിൽ അപ്പൊ നിന്റെ വീട് എന്തേടാ? അപ്പൊ എൻ്റെ വീട് എവിടെ പോയി? അയ്യോ നാട്ടുകാരെ, ഓടി വരണേ. എൻ്റെ വീട് കള്ളം കൊണ്ടുപോയേ, പോലീസിനെ വിളിക്കോ. നെഞ്ചത്തിട്ടിരിക്കുന്ന ജോയിയെ കണ്ട് ഡെവി മാത്തുറന്നു. ഇവിടെ എവിടുത്തെ മണ്ണാണെന്ന പോലെ. എടാ പൊട്ട,
നീ എന്നതേ കാണിക്കുന്നത്? നിനക്ക് അത്രയും ബുദ്ധിയില്ലേ? ഞാൻ പോലീസല്ലേ, ഞാൻ കണ്ടുപിടിച്ച് തരില്ലേ നിന്റെ വീട്? ആട്ടെ, വീടിന് എത്ര വയസ്സുണ്ട്? വയസ്സോ? വീടിന് വയസ്സുണ്ടോ? പിന്നെ എല്ലാ വീടിനും വയസ്സുണ്ട്. വയസ്സില്ലാത്ത വീട് കണ്ടുപിടിക്കാൻ പറ്റില്ലടാ. എന്നാ ചിലപ്പോ കാണും. കാര്യമായി കുറെ നേരം ആലോചിച്ചിട്ടാണ് ജോയി മറുപടി പറഞ്ഞത്. ഞാൻ അന്വേഷിക്കാം, ഒരാഴ്ചക്കുള്ളിൽ വീട് ഞാൻ കണ്ടുപിടിച്ച് തരും. യെസ് യുവർ ഓണർ. അത് കോടതിയിലല്ലേ പറയുന്നേ? എന്നാ യെസ് പോലീസ്. അങ്ങനെ പറയണം. പിന്നെ രണ്ടും കൂടി തോളെ കൈയിട്ട് നടക്കാൻ തുടങ്ങി. എടാ ദേവി, ആരാടാ പറഞ്ഞ ഇവിടെ ഒരു പള്ളിയേ ഉള്ളൂന്ന്? ഞാനിപ്പോ 3 പള്ളി കണ്ട്. മടങ്ങിയ വിരലുകൾ ഓരോന്നായി മറ്റേ കൈ കൊണ്ട് വിടർത്തി 3 കാണിച്ചാണ് ജോയിയുടെ കണ്ടുപിടുത്തം. 3? എടാ മണ്ട, നമ്മൾ ഈ പള്ളി തന്നെ 3 വട്ടം കണ്ടത്. അപ്പൊ നമ്മുടെ വീട് എവിടാ? മാപ്പിനെ വിളിക്കടാ, അവൻ പറയും ഇവിടെ ഇതിൽ പോച്ചയുടെ ഇടയെ നോക്ക്, അവൻ കാണും. മാപ്പ് മാപ്പ് മാപ്പ്. ജോയ് ഡോറ വിളിക്കുന്ന അതേ ടൂണിൽ വിളിച്ചുകൊണ്ട് അവിടെയെല്ലാം തപ്പാൻ തുടങ്ങി. നീ എന്നതേ കാണിക്കുന്നത്? അതങ്ങനെയല്ലടാ, കുറച്ചുകൂടി ഉറക്കെ വിളിക്കണം, എന്നാലേ അവൻ വരൂ. ആ വട്ട് കൊച്ചിന്റെ കൂടെ നടന്ന് ഓരോന്ന് പഠിച്ചു വെച്ചേക്കുക. നീ മാറ്, ഞാൻ വിളിക്കാം. മാപ്പ് മാപ്പ് മാപ്പ്, ഇറങ്ങി വാടാ. രണ്ടും കൂടി മാപ്പിന് ആ റോഡിൽ കിടന്ന് തപ്പലോട് തപ്പലാണ്. കിട്ടിയ വീട്ടിലെത്താം, ഇല്ലേ റോഡിൽ കിടക്കാം. എനിക്ക് നല്ല പേടി തോന്നുന്നു. നീ ഒന്നുകൂടി വിളിച്ചേ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. സമയം 11 കഴിഞ്ഞു. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? കുടിച്ചിട്ട് നേരത്തെ കാലത്ത് കുടുംബത്തിൽ കയറണമെന്ന്. ഇത്രയും നാൾ ഇങ്ങനെ ലേറ്റ് ആയിട്ടില്ല. അങ്ങേരെയും താങ്ങി അവൻ വരുന്നതാണാവോ? എല്ലാവരും കിടന്നത് നന്നായി, അല്ലെങ്കിൽ അവരെല്ലാം കൂടി ടെൻഷൻ ആയേനെ. നീ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇച്ചായനത് വിളിക്ക്. മോളിക്കുട്ടി കോള് വിളിച്ചു. ആദ്യം കോള് പോയില്ലെങ്കിലും പിന്നീട് റിങ് കേട്ടു. റിങ്ങുണ്ട്. അത് കേട്ടതും ബൈക്കിക്ക് ഇത്തിരി ആശ്വാസം തോന്നി. മാപ്പിനെ കിട്ടാത്ത വിഷമത്തിൽ പള്ളിയുടെ താഴെയുള്ള പടിയിലിരിക്കുകയാണ് നമ്മുടെ നായകന്മാർ. എന്നാൽ അവനൊന്നും വന്നില്ലല്ലോ. ഇത്രയും തൊണ്ട പൊട്ടി നമ്മൾ വിളിച്ചു. ആ ബുദ്ധി വളർച്ചയിനകത്ത് കൊച്ചി വിളിച്ചുകൊണ്ട് വിളിച്ച അപ്പം ചാടി വരുന്നത് കാണാം. അപ്പോഴാണ് ഫോണ് ബെല്ലടിച്ചത്. അതാരാ അങ്ങനെ വിളിച്ചേ? ഫോണാടാ. ചിലപ്പോൾ അവനായിരിക്കും. മാപ്പ് വഴി അറിയാതെ എവിടെയെങ്കിലും പെട്ട് കാണും. നീ എടുക്കടാ. ഹലോ, ആരാ? രണ്ടും കൂടി ഏത് പാതാളത്തിൽ പോയി കിടക്കുവാടാ? ആരാടാ വിളിക്കുന്നേ? പാതാളം എവിടെ നിന്ന് ചോദിക്കാൻ വിളിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാം, നീ ഫോണിങ് താ. ഹലോ, പാതാളം അന്വേഷിക്കാൻ വിളിച്ചാണോ? പാതാളല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ എവിടാ മനുഷ്യ? അയ്യോ, ഇതെന്റെ ഭാര്യയുടെ മോളിക്കുട്ടി. നീ അറിഞ്ഞോടി? നമ്മുടെ വീട് കള്ളം കൊണ്ടുപോയി. നമ്മുടെ എല്ലാം പോയടി. ഏത് വീട്? നിങ്ങൾ എന്നെന്തേ പറയുന്നത്? ഏതേ ഭാര്യയെ? ദേവിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട് കാണില്ലേ? ആ വീട് കള്ളം കൊണ്ടുപോയി. ഇപ്പൊ ആ വീട് കാണാനില്ല. ഓ, നല്ലപോലെ വലിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഇങ്ങ് പോ, തരുന്നുണ്ട് ഞാൻ. രണ്ടും കൂടി ഏത് റോഡിലാ കിടക്കുന്നേ? റോഡല്ല, ഇത് സ്റ്റെപ്പാണ്. എന്നതാ? നാക്കുക്കിളി ഊളിക്ക് സ്റ്റെപ്പ്. നിങ്ങൾ ആ ഫോണ് ഡെബിക്ക് കൊടുത്തേ. എന്നടാ നിനക്കാ ഫോണ്? എന്നെ വിളിക്കാൻ ആരുമില്ല. ഞാനും ചോട്ടാഭിയും ഒരുപോലെ, ആരുമില്ല ഞങ്ങൾക്ക്. ഹലോ, ഡേവിഡ് സ്പീക്കിംഗ്. അപ്പൊ നീ ഒട്ടും മോശമല്ലല്ലേ? എടാ, എവിടെയാ ഇരിക്കുന്നത് രണ്ടുപേരും? പറയില്ല. വേണേ നീ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്ക്. ഞാൻ നാളെ പോലീസായി വന്നിട്ട് പറഞ്ഞു തരാം. ഇച്ചായ, ഞാനാ വൈകാം. നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് പറയേ. ടീച്ചറെ, ഞങ്ങൾ വീട്ടിലോട്ടുള്ള വഴി മറന്നു പോയി. ഇപ്പം മാപ്പിനെ നോക്കിയിരിക്കുക. അവൻ വന്നാൽ ഉടനെ ഞങ്ങൾ വീട്ടിൽ വരാം. മാപ്പോ? ആ ഡോറല്ലേ, അവളുടെ കൂടെയുള്ള അവൻ. ഡെബിയുടെ മറുപടി ഫോണിന്റെ സ്പീക്കറിൽ കേട്ടതും വൈകിയും മോളിക്കുട്ടിയും കൂടി പല്ലി കടിച്ചു. സത്യം പറഞ്ഞു, എവിടെയാ നിങ്ങൾ? ഞങ്ങൾ പള്ളിയുടെ മുന്നിലുണ്ട്. 1ാമത്തെ പള്ളിയല്ല, 2അല്ല, 3 മൂന്നാമതുള്ള പള്ളിയില്ലേ, ആ പള്ളി. അതോ ഇതാണോ 1ാമത്തെ പള്ളി? നമ്മുടെ പള്ളിയുടെ മുന്നിലുള്ള പടിയിലാണ് ഇരിക്കുന്നേ.
ആണ് ഭാര്യ, ആ പടി തന്നെ. നീ വരുവാണെങ്കിൽ ആ ചോട്ടാഭീമിനെ കൂടി വിളിച്ചോ. വഴി വെച്ച് ആ മാപ്പനെ കണ്ട നല്ല ഇട്ടി കൊടുക്കണം. ഇനി ആരാവൻ ഇതുപോലെ പറ്റിക്കരുത്. എടാ മണ്ട, ചോട്ടാഭീമിന് ശക്തി വേണമെങ്കിൽ ലഡു കഴിക്കണ്ടേ? ടീച്ചറെ, ലഡു കൂടി എടുത്തോട്ടോ. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഈ രാത്രി അവിടെ വരണല്ലേ? വേണേ 2 കൂടി നടന്നു വാ, ഞാൻ വഴി പറഞ്ഞു തരാം. അപ്പൊ നീയാണ് ഭാര്യ മാപ്പ്? മാപ്പല്ല, പാതിരാത്രി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. 2 അവിടെ നിന്ന് എഴുന്നിട്ട് പള്ളിയുടെ പുറകിലേക്ക് പോ. അവിടെയുള്ള വഴി നേരെ വാ. ആ വഴിയിൽ കുറന്നേരി ഉണ്ടാകില്ലേ? ഉണ്ടേൽ അതിനെ പിടിച്ച് വിഴുങ്ങ്. എനിക്ക് വേണ്ട, കഴിക്കും. ഓ, ഒന്ന് വരാൻ നോക്ക്. അങ്ങനെ ഒരു വിധത്തിലാണ് ആ 2 മുതലിനെയും അവർ വീടിന് മുന്നിലെത്തിച്ചത്. അതിനോടൊപ്പം തന്നെ ശബ്ദം ഉണ്ടാക്കാതെ മോളിക്കുട്ടിയും വൈകിയും ഗേറ്റിൻ്റെ അവിടെ എത്തിയിരുന്നു. പുറത്ത് അവരുടെ ബഹളം കേട്ടതും 2 പേരും ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നു. വരുമ്പോൾ കാണുന്നത് അവിടെയുള്ള വീടുകളുടെ എണ്ണം എടുക്കുന്ന 2നെയാണ്. എടാ നോക്കടാ, ദേണ്ടേ എൻ്റെ വീട് കള്ള തിരിച്ചു കൊണ്ടുവച്ചടാ. അല്ലേ കള്ളനെ പോലീസിനെ പേടിയാടാ, അതാ വീടതുപോലെ കൊണ്ടുവച്ചത്. അന്താരാഷ്ട്ര ചർച്ച കഴിഞ്ഞെങ്കിൽ 2 പേരും അകത്തേക്ക് വരാമോ? വലിയ ഉപകാരമായേനെ. അപ്പോഴാണ് തങ്ങളെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന മഹിളാ രത്നങ്ങളെ അവർ കാണുന്നത്. നിങ്ങളെ വന്നത് നിന്നതൊക്കെ ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ 2 കൂടി വായും പൂട്ടി ഞങ്ങളുടെ കൂടെ അകത്തോട്ട് വന്നോണം. ആ വലതും ഇടയ്ക്ക് തുറന്ന 2നെയും ചവിട്ടി കൂടി ഞാൻ ആയിലത്തെറിയും. ഭയഭക്തി ബഹുമാനത്തോടെ കൈകൊണ്ട് വാപ്പൊത്തി അവർ 2 പേരും ലേഡീസിന്റെ പിറകെ അകത്തേക്കും നടന്നു. വൈകെ 2 ഈ കോലത്തിൽ അകത്തേക്ക് കയറുന്ന എങ്ങനെയാ? പോരാത്തിന് വൃത്തികെട്ട നാറ്റവും. എന്നാ സാധനമാണ് അവ വലിച്ചു കയറ്റിയേക്കുന്നത്. എന്നാ നമുക്ക് കിണറിന്റെ അവിടേക്ക് പോവാം. വെള്ളം കോരി 2നെയും തലയിൽ കൂടി കമഴ്ത്താം. അതേ നടക്കൂ. അതാ നല്ലത്. നടക്കങ്ങോട്ട്. മൂടി പൊതിച്ച് ഉറങ്ങേണ്ട സമയത്ത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയേക്കുക 2 കൂടി. ഞങ്ങളെന്നാ ചെയ്തെന്നാ വഴി മറന്നു പോയതുകൊണ്ടാ. അല്ലെ ഇങ്ങ് വന്നേനെ ഞങ്ങള്. ആ വന്നേനെ. ഇപ്പൊ നടക്ക്. എന്നതാടി നിനക്ക് പുച്ഛം? ആ മാപ്പ്, അവനാ ഞങ്ങളെ ചതിച്ചത്. ഒരു ബാഗ് പോലും ഇല്ലാതായിപ്പോയി. അല്ലേ അതിൽ നിന്നൊരു പ്ലെയിൻ എടുത്ത് പറന്നാരായിരുന്നു. പിള്ളേരുടെ കൂടെ ഇരുന്ന് കള്ള കാട്ടിന് മുഴുവൻ കാണും. എന്നിട്ട് ഓരോ പൊട്ടത്തിനും പിടിച്ചുകൊണ്ട് പറഞ്ഞ് നടക്കുക. അങ്ങോട്ട് ഇരിക്കും മനുഷ്യ. മോളിക്കുട്ടി ഡേവിയെയും ജോയിയും കൂടി കിണറ്റിന് കരയിലിരുത്തി. വൈകി ഓരോ തൊട്ടി വെള്ളം കോരി മോളിക്കുട്ടിക്ക് കൊടുത്തു. അവളത് 2നെയും തലവഴി കമിഴ്ത്തി. അയ്യോ തണുക്കൊന്നു, ചൂടുവെള്ളം ഒഴിക്കടി. ചൂടല്ല, തിളച്ച വെള്ളം ഒഴിക്കേണ്ടത്. അരമണിക്കൂറിൽ കൂടുതലെടുത്ത പരിശ്രമത്തിന്റെ റിസൾട്ടായി 2 പേർക്കും തലയ്ക്ക് ഇത്തിരി വെളിവ് വന്നിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന അത്രയും പട്ടിപ്പില്ല. മോളിക്കുട്ടിയും വൈകിയും പോയി അവർക്കിടാനുള്ള ഡ്രസ്സും എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. 2 പേരും പുറത്തെ ബാത്റൂമിൽ പോയി അത് മാറിയിട്ട് വന്നു. ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞോ? അതോ ഇനി ബാക്കി വല്ലതും ഉണ്ടോ? ഉണ്ടേ പറയണം, അമ്മച്ചി കൂടി വിളിക്കാം. കൊലക്ക് കൊടുക്കലടി. അമ്മച്ചെങ്ങാനും വന്നാ പിന്നെ പറയണ്ട. 2 കൂടി പാമ്പായിട്ട് വന്ന കോലായിരുന്നു അമ്മച്ചി കാണേണ്ടത്. എന്നാലേ പഠിക്കൂ. നിങ്ങൾക്കെന്താ ഒന്നും മിണ്ടാനില്ലേ? അതോ ചോട്ടാപ്പി പോയപ്പോ നിങ്ങളുടെ നാക്ക് കൂടി കൊണ്ടാണോ പോയേ? കൂടുതൽ ചിരിക്കല്ലേ. ഇനി 2 പിള്ളേരുടെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്ന പോലൊന്നും ഞാൻ കണ്ട. പിള്ളേർക്കില്ലേ ഇത്രയും പാട്ട്, ഒരു മാപ്പും ഭീമും. നീങ്ങ് വന്നേ, കള്ളുകൂടിയപ്പാരോട് മിണ്ടാൻ പോകണ്ടടി. വാ നമുക്ക് പോവാം. എനിക്ക് തണുത്തിട്ട് വയ്യ. അവർക്ക് ചിലപ്പോൾ മാപ്പിനെ തപ്പാൻ കാണും. നീ വാ. ആ പിന്നെ നിങ്ങളിന്ന് മുറിയിലോട്ട് വരണ്ട. ചോട്ടാഭിമനെ കെട്ടിപ്പിടിച്ച് സോഫയിൽ കിടന്നാൽ മതി. തങ്ങളെ കൂർപ്പിച്ച് നോക്കി പോകുന്നവരെ കണ്ട് അവർ മുഖത്തോട് മുഖം നോക്കി. 2 പേർക്കും നല്ല ചമ്മലുണ്ട് മുഖത്ത്. ഓവറായോടാ? കുറച്ച്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുളത്തിലൊന്നും വീണില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. വാ പോയി കിടക്കാം. ഞാനും നിന്റെ കൂടിയാ. സോഫയിൽ പട്ടി കിടക്കും.